ഹായ് ഫ്രണ്ട്സ്, RU ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ റോക്കറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എയർ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇത് മേലേക്ക് ഉയർത്താം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ റോക്കറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ റോക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തുള്ളത് ഒരു വാട്ടർ ബോട്ടിലാണ് എടുത്തുള്ളത്. അതേപോലെ തന്നെ ഒരു പേപ്പറുണ്ട്. ഇത് ചാർട്ട് പേപ്പറാണ്, ലേശം കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് ഈ ബോട്ടിലിൻ്റെ മേലെ കൂടെ ഇത് കറക്റ്റ് ചുറ്റി കൊടുക്കുക. നമ്മളെ റോക്കറ്റ് കുറച്ച് വലുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ റോക്കറ്റ്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ റോക്കറ്റ് കുറച്ചും കൂടെ നീളം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാം. ഇത് നമ്മൾ ഗം വെച്ചിട്ടുണ്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു കുമ്പിളി ഉണ്ടാക്കി വെക്കണം. ഇവിടെ ഒരു കുമ്പിളി പോലെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് റോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അത് ശരിക്കും ഇങ്ങനെ ഇതേപോലെ ഒരു കുമ്പിളി പോലെ ഉണ്ടാക്കുക. കുമ്പിളി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ കടത്തി വെച്ചിട്ട് ഇവിടുന്ന് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് റോക്കറ്റിൻ്റെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ കുമ്പിളിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ ഇത് കറക്റ്റിന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റിന് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കണം. അത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുക്കണം. അപ്പോൾ ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോക്കറ്റിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടും. അപ്പോൾ ആ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ മോനുള്ള ഭാഗത്തും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഡിസൈൻ കൂടെ കൊടുക്കണം. ഇതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് ശരിയാവും. അപ്പോൾ നമുക്ക് വിടാനുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മളൊന്നും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോക്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് നമ്മൾ റോക്കറ്റ് ഈ മോഡലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. സ്റ്റാൻഡ് വെച്ചിട്ട് വേണം നമുക്കിത് മേലോട്ട് വിടാൻ. അപ്പോൾ ആ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ PVC പൈപ്പ് കുറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടീ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുക. ഒരു എൽബോ കൊടുക്കുക. ഇവിടെ എൽബോ കൊടുത്തതിന് ശേഷം ഇത് കൊടുക്കുക. ഇനി ഈ സൈഡിലും ഒരു എൽബോ കൊടുക്കുക. ഇത് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് സ്റ്റാൻഡ്. ഈ 45 ഇത് ഇവിടെ കൊടുക്കുക. ഇനി ഇതിവിടെ കൊടുക്കുക. ഇനി ഇവിടെ നമുക്കൊരു 3/4 പീസ് ഇടണം. ഒരു 45 കൊടുത്തതിന് ശേഷം, അല്ല 45 അല്ല, ഒരു റെഡ്യൂസർ ഇവിടെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ 3/4 ഒരു പൈപ്പ് കൊടുക്കുക. ശേഷം ഈ ഒരു പൈപ്പ് ഇതിൻ്റെ മേലെ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. ഇനി നമ്മളിവിടെ റോക്കറ്റ് വെക്കും. റോക്കറ്റ് വെച്ചിട്ട് ഇതിനിവിടെ സ്റ്റോപ്പർ ഇടണം. ഈ സ്റ്റോപ്പറിന് നമ്മൾ ഇത് ബാൽ ട്യൂബ് കൊടുത്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽ ട്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്ത ഈ സ്റ്റോപ്പർ നമ്മൾ ഇവിടെ ഇടും. അപ്പോൾ ഇവിടെ നമ്മൾ എയർ അടിക്കും. എയർ അടിച്ചിട്ട് ഈ എയർ ഇവിടെ വന്നിട്ട് ആ ബോട്ടിൽ, ആ റോക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ബോട്ടിൽ, ആ ബോട്ടിലിന് എയർ വന്ന് തിങ്ങും. നന്നായി തിങ്ങുമ്പോൾ ആ തിങ്ങുന്ന സമയത്ത് ആ പെട്ടെന്ന് എയർ തിങ്ങിയിട്ട് റോക്കറ്റ് മേലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റോക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡ് ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിത് എയർ അടിച്ചിട്ട് വിടാൻ പോകുന്ന സാധനം പോവില്ലെന്ന് നമ്മൾ നോക്കുക. ഒരിക്കൽ നമ്മത് വിട്ടതാണ്.
ഇത് വിട്ടപ്പോൾ ഞങ്ങൾ പോലും കണ്ടില്ല ഇത് പോയത്. അത്ര സ്പീഡിലാണ് ഇത് പോയത്. ആ തെങ്ങിൻ്റെയൊക്കെ മേലെ കൂടെ പോയിട്ട് ഒരു ഏകദേശം ഒരു 150 മീറ്ററോളം അകലാണ് ഇത് പോയിട്ട് വീണത്. അപ്പോൾ ഇതിൻ്റെ തോട്ടിലാണ് പോയി വീണത്. അപ്പോൾ ഇതിൻ്റെ മുനഭാഗം നനഞ്ഞു പോയി, കുതിർന്നു പോയി. അപ്പോൾ അത് വേറെ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് വിട്ടു നോക്കാമോ. ഭയങ്കര സ്പീഡിലാണ് പോയത്. അപ്പോൾ നമ്മൾ 2 റോക്കറ്റ് വിട്ട് 2 റോക്കറ്റും അടിപൊളിയായിട്ട് പോയി. ആദ്യം വിട്ട റോക്കറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, അത്ര സ്പീഡിലാണ് പോയത്. രണ്ടാമത് വിട്ടത് കുറച്ചെങ്കിലും കാണാൻ പറ്റി. ഇപ്പം നമ്മൾ കയറ് കെട്ടിയിട്ടുണ്ട്, കയറുമ്പിൽ കൂടെ വിടാൻ നോക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വിട്ടാൽ എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എയർ അടിക്കുകയാണ്, പോകണം നോക്കാം. ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? അടിപൊളിയായിരുന്നില്ലേ? 2 പ്രാവശ്യം നമ്മൾ റോക്കറ്റ് നിലത്ത് വെച്ചിട്ട് വിട്ട്, അത് നല്ല ഹൈറ്റിലാണ് പോയതുകൊണ്ട്. അപ്പോൾ ഹൈറ്റിൽ പോയതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചരട് കെട്ടിയിട്ട് ചരടുകളിൽ വിട്ടപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ റോക്കറ്റ് പോകുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണുമ്പോൾ ബൈ.